എൻ്റെ മുസ്ലിം കുടുംബത്തോട് ദയവ് ചെയ്ത് നിങ്ങൾ പുതിയാപ്പിളിയും പുതന്നെയും ഫോട്ടോ എടുത്തോ, അതിനൊന്നും കുഴപ്പമില്ല. നാട്ടുകാരെ മുമ്പിൽ വന്നിട്ട് സ്റ്റേജുമേ കയറ്റി ചെയ്യല്ലേ. നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാനുള്ളതല്ല നിങ്ങളുടെ മോൾ. നിങ്ങളുടെ പുതിയാപ്പിളക്കുള്ളതാ. നിങ്ങൾ കുടുംബക്കാർ, വേണ്ടപ്പെട്ട ആളുകൾ, നിങ്ങൾ ഏതെങ്കിലും റൂമിലോ ഒരു ചെറിയൊരു ഹാളോ എന്തെങ്കിലും നിങ്ങളെടുത്തോ, ഒന്നും കുഴപ്പമില്ല. നിങ്ങൾ വലിയൊരു സ്റ്റേജിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പുതിയണ്ണും ചാടണം, പുതിയാപ്പിളയും ചാടണം. പിന്നെ ക്യാമറാമാൻമാർ പറയും അങ്ങോട്ട് തിരി, കിസ് ചെയ്യ്, ഹഗ് ചെയ്യ്, അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടെടുക്ക്, ഇതൊക്കെ ഇവർ ചെയ്യും വേണം. നാട്ടുകാർ മുഴുവനും കണ്ടിങ്ങനെ ഇരിക്കുക. എന്ത് പച്ച ഹറാം. അള്ളാഹുവിൻ്റെ നാമത്തിൽ കൈപിടിച്ച് അൻകഹ്തുക വസവ്വജ്തുക എന്ന് പറഞ്ഞ് ബിതസ്രീഹിം ബിഇഹ്സാൻ ബിഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹിം ബിഇഹ്സാൻ എന്ന് പറഞ്ഞ് ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ നിനക്ക് ആമീൻ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ തുടങ്ങും നമ്മുടെ റാപ്പ് മ്യൂസിക്. പിന്നെ തുടങ്ങി നമ്മുടെ പലതരത്തിലുള്ള ചാട്ടങ്ങളും കളികളും പെൺകുട്ടികളും അല്ലാത്തവരും. ഇങ്ങനെ ഒരു ടീം. അവർക്കത് ബിസിനസ്സാണ്. നിങ്ങൾ അവരെ വിളിച്ചാൽ അവർക്ക് പേയ്മെന്റ് കൊടുക്കണം. അവർ പല നൃത്തങ്ങളും ചെയ്യും, നൃത്തം ചെയ്യിപ്പിക്കും. പുതിയാപ്പിളിയും പുതിയനും ഒക്കെ നൃത്തം ചെയ്യേണ്ടി വരും. ഇത് നിങ്ങൾ പേയ്മെന്റും കൊടുക്കുക. ഉറക്ക മ്യൂസിക് വെച്ച് പാതിരാത്രി. പുതിയന് നിസ്കാരമുണ്ടോ? പുതിയണിൻ്റെ കൂടുതൽ ഒന്ന് മേക്കപ്പ് പോവും. പിന്നെ എങ്ങനെ നിസ്കരിക്കുക? മേക്കപ്പ് ഇട്ട് രാവിലെ തുടങ്ങിയ വൈകുന്നേരം മേക്കപ്പ് തീരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എത്ര നിസ്കാരമുണ്ട്? വല്ലതും ചെയ്യാറുണ്ടോ? കൂടുള്ളവർ നിസ്കരിക്കോ? വീട്ടിലെ ഉമ്മ വാപ്പാക്ക് നിസ്കാരമുണ്ടോ? കുട്ടികൾക്ക് നിസ്കാരമുണ്ടോ? എന്തൊക്കെ ഹറാമുകൾ അവിടെ നടക്കും. ഇതൊക്കെ നമ്മൾ ചെയ്തു കൂട്ടിയിട്ട് നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ആൾക്കാരാ, നമുക്ക് മൗലിദൊക്കെ ഭയങ്കര സംഭവം, നമ്മൾ ഉറൂസിന്റെ ആൾക്കാരാ. അത് പറ്റൂല. ഇത് ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണ്.